നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കണ്ടാവില്ലേ? മിസ്റ്റർ ബീൻ നമുക്ക് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, ലൈഫ് കളറാവാൻ ഒരുപാട് പേരൊന്നും വേണ്ട, ഒരു പാവയായാലും ധാരാളം എന്നാണ് മൂപ്പര് പറഞ്ഞത്. എടാ, അതിനർത്ഥം എന്താ? നമ്മുടെ ലൈഫ് കളറാക്കാൻ ഒരുപാട് ആളുകളുടെ ആവശ്യമില്ല, നമ്മൾ തന്നെ ധാരാളം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് സെൽഫ് ലവ്. നമ്മളൊരു സെൽഫായിട്ടുള്ള ലവ് ചെയ്താൽ, നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കണ്ടെത്തിയാൽ മക്കളെ, നമുക്ക് ആരുടെയും ആവശ്യമില്ല, അല്ലെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. 2, ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷത്തിനായി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഏത് സമയത്തും സന്തോഷം കണ്ടെത്തുക. എടാ, ഇനി നാളെ എന്തായിരിക്കും, മറ്റന്നാൾ എന്തായിരിക്കും, എനിക്ക് അപ്പോഴാണോ അത് കിട്ടുക, ഇനി ഞാനത് കിട്ടിയാലേ സന്തോഷിക്കൂ എന്നല്ല. ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, ഉള്ള സമയത്ത് നമ്മൾ കിട്ടിയതിൽ വെച്ച് എന്ത് ചെയ്യുക, സന്തോഷം കണ്ടെത്തുക. എടാ, നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ സന്തോഷം നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്, അത് കണ്ടെത്തിയാൽ മാത്രം മതി. 3, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കരുത്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. നമുക്ക് വേണ്ടി നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക. ലൈഫ് ഈസ് ടു ബി എൻജോയബിൾ. അടുത്തത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടാതെ നിൽക്കുക. എടാ, അവനെന്താ, അയ്യോ അവനെന്താ പറ്റിയത്, അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള അവൻ അതുണ്ടോ, അത് വിചാരിച്ച് എങ്ങനെ എന്ത് ചെയ്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, തലയിടാതിരിക്കുക. 5, ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക. മറ്റുള്ളവരെ നോക്കിയിട്ട് അവൻ അതുണ്ടല്ലോ, അവനിതുണ്ടല്ലോ. എടാ, ഉള്ളതിൽ വെച്ച് എന്ത് ചെയ്യുക, സന്തോഷിക്കുക. ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക. അതിനും വേറെ സന്തോഷമുണ്ടോ? അതിലേറെ വേറെ സന്തോഷം ഉണ്ടടാ. 6, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുക. നാളെകളെക്കുറിച്ച് ആശങ്കപ്പെടുകയോ ഇന്നലെക്കുറിച്ച് ഓർക്കാതിരിക്കുകയോ ചെയ്യുക. എടാ, ലീവ് ഇൻ ദ പാസ്റ്റ്, ജസ്റ്റ് ലൈവ് ഇൻ ദ മൊമെന്റ്. എടാ, നമ്മുടെ ഇപ്പോഴത്തെ മൊമെന്റ് എന്താടാ, അത് എൻജോയ് ചെയ്യുക. അയ്യോ, എനിക്ക് നാളെ എക്സാം ആണ്, അല്ലെങ്കിൽ എനിക്ക് ആ എക്സാം വരാനുണ്ട്. എടാ, വരാനുള്ളത് വരും, കഴിയാനുള്ളത് കഴിഞ്ഞ്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്തോ അത് നിങ്ങൾ ചെയ്യുക. ജസ്റ്റ് വർക്കൗട്ട്. അടുത്തത്, എല്ലാം ഇതോടെ തീർന്ന് എന്ന് കരുതി സങ്കടപ്പെടരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും എന്തുണ്ടടാ, സൊല്യൂഷൻ ഉണ്ട്. ജീവിതത്തിൽ പല അവസരങ്ങളിൽ തോറ്റുപോയവർ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ടവരൊക്കെയാണ് അത് മുന്നോടിയായത്, അല്ലെങ്കിൽ അത് മാറ്റം വെച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. അവർക്കേ വിജയമുണ്ടായിട്ടുള്ളൂ. എടാ, ഇതെല്ലാം തരണം കൊണ്ടുവന്ന ആളാണ് നമ്മുടെയൊക്കെ ആരടാ, റോവൻ അറ്റ്കിൻസൺ അഥവാ മിസ്റ്റർ ബീൻ. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന പാഠങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം നമുക്കൊരു കോമഡി പീസാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള വാക്കുകൾ കൊണ്ടുവന്ന വ്യക്തിയാടാ. അപ്പോൾ ഇനി മുതൽ, നാളെ എന്നല്ല, ജസ്റ്റ് ലൈവ് ഇൻ ദ മൊമെൻറ്റ്. നമ്മൾ ഇന്ന് മുതൽ ട്രൈ ചെയ്യുക. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? അപ്പോൾ wake up guys, wake up. നമ്മൾ മുന്നോട്ട് പോകണം. ഇനിയുള്ള സമയത്ത് നമുക്ക് എക്സാമിനുള്ള മാർക്ക് വാങ്ങാനുള്ള ടൈമാടാ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടേതായിരിക്കണം നമ്മുടെ സമയങ്ങൾ. ഇനിയുള്ള ഓരോ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. wake up guys, ഇനി നമുക്കുള്ളതാണ്, ഇനി നമ്മുടെ ഡേയ്സുകളാണ്. നമുക്കത് പൊളിക്കണം. കൂടെയുണ്ടാ, നാളേക്ക് വേണ്ടി മാറ്റി വെക്കാതെ ഇന്നുകൾ ജീവിക്കടാ. ഇന്നലകളൊക്കെ മാറ്റി വെച്ച് ഇന്നുകൾ ജീവിക്കടാ. ജസ്റ്റ് ലൈവ് ഇൻ ദ മൊമെന്റ്.